നമസ്കാരം. എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഒരു കാലഘട്ടത്തിൽ പ്രായഭേദമന്യേ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അത്യാവശ്യമൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോകുന്ന സമയത്ത് അവിടെ ഇംഗ്ലീഷ് സംസാരിക്കേണ്ട സന്ദർഭങ്ങൾ വരും. ആ സന്ദർഭങ്ങളിൽ എങ്ങനെ സംസാരിക്കാം, അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പഠിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വാട്ട്സ് ദ മോസ്റ്റ് പോപ്പുലർ ഡിഷ് ഹിയർ? വാട്ട്സ് ദ മോസ്റ്റ് പോപ്പുലർ ഡിഷ് ഹിയർ? അതായത് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഭവം ഏതാണ് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ചോദിക്കാം? വാട്ട്സ് ദ മോസ്റ്റ് പോപ്പുലർ ഡിഷ് ഹിയർ? ഒരു റെസ്റ്റോറൻറ്റിൽ പോവുകയാണ്, അപ്പം നമുക്ക് സംസാരിക്കാം എങ്ങനെ? ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഭവം എങ്ങനെയെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കാം? വാട്ട്സ് ദ മോസ്റ്റ് പോപ്പുലർ ഡിഷ് ഹിയർ? വാട്ട് ഡു യു റെക്കമെൻഡ്? വാട്ട് ഡു യു റെക്കമെൻഡ്? നിങ്ങൾ എന്താണ് നിർദ്ദേശിക്കുന്നത്? അവിടുത്തെ ആ ഒരു പ്രത്യേക വിഭവത്തിനെക്കുറിച്ച് നമുക്കറിയത്തില്ലെങ്കിൽ അവരോട് നമ്മൾക്ക് ചോദിക്കാം വാട്ട് ഡു യു റെക്കമെൻഡ്? നിങ്ങൾ എന്താണ് റെക്കമെൻഡ് ചെയ്യുന്നത്? ഇവിടുത്തെ സ്പെഷ്യൽ ഡിഷസ് നിങ്ങൾ എന്താണ് നിർദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കാൻ വേണ്ടി വാട്ട് ഡു യു റെക്കമെൻഡ് എന്ന് ചോദിക്കാം. കുഡ് ഐ ഹാവ്? കുഡ് ഐ ഹാവ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് നമുക്ക് എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രേസസ് ആണ്. കുഡ് ഐ ഹാവിൻ്റെ മീനിങ് വളരെ താഴ്മയോട് കൂടി നമ്മളൊരു കാര്യം ആവശ്യപ്പെടുന്നതിനെയാണ്, അല്ലെങ്കിൽ ഒരു കാര്യം കരസ്ഥമാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ ചോദിക്കുന്നതിനെയാണ് കുഡ് ഐ ഹാവ് സംതിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുഡ് ഐ ഹാവ് വെച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാം. ഇപ്പോൾ എനിക്ക് ഭക്ഷണത്തിന് ശേഷം എനിക്ക് ബില്ല് ചോദിക്കണം. ഞാൻ എങ്ങനെ ചോദിക്കും? എനിക്ക് ബില്ല് വേണം, എൻ്റെ കയ്യിലേക്ക് ബില്ല് ഞാൻ കരസ്ഥമാക്കാൻ പോവുകയാണ്. അപ്പം ആ ഒരു കാര്യത്തിൽ നമുക്ക് എങ്ങനെ ചോദിക്കാം ഇംഗ്ലീഷിൽ? കുഡ് ഐ ഹാവ് ദ ബിൽ പ്ലീസ്? അതായത് എനിക്ക് ഭക്ഷണത്തിൻ്റെ ബില്ല് തരാമോ എന്ന് ചോദിക്കാൻ കുഡ് ഐ ഹാവ് ദ ബിൽ പ്ലീസ് എന്ന് എനിക്ക് പറയാം. അതുപോലെ തന്നെ എനിക്ക് കുറച്ച് ടിഷ്യൂസ് വേണം. ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് ടിഷ്യൂസ് വേണം. ടിഷ്യൂ പേപ്പറില്ലേ? അപ്പോൾ ടിഷ്യൂ പേപ്പർ വേണമെങ്കിൽ ഞാൻ എങ്ങനെ ചോദിക്കാം? കുഡ് ഐ ഹാവ് സം ടിഷ്യൂസ് പ്ലീസ്? അതായത് എനിക്ക് ടിഷ്യൂസ് വേണം, ടിഷ്യൂ പേപ്പർ വേണം, അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ ചോദിക്കാം കുഡ് ഐ ഹാവ് സം ടിഷ്യൂസ് പ്ലീസ്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്ത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മെനു അറിഞ്ഞിരിക്കണമല്ലോ, അതായത് ഫുഡിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കണമല്ലോ. അപ്പം മെനു വേണം അല്ലെങ്കിൽ മെനു ഒന്ന് തരാമോ എന്ന് ചോദിക്കാൻ വേണ്ടി നിങ്ങൾ എങ്ങനെ ചോദിക്കും? കുഡ് ഐ ഹാവ് ദ മെനു പ്ലീസ്? കുഡ് ഐ ഹാവ് ദ മെനു പ്ലീസ്? ഇപ്പോൾ നിങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇനിയും വേണമെന്ന് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കാം? ഇപ്പം ഞാൻ പൊറോട്ടയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പൊറോട്ട കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കിനി 2 പൊറോട്ടയും കൂടെ കൂടുതൽ വേണമെന്ന് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കുഡ് ഐ ഹാവ് ഫ്രേസ് തന്നെ യൂസ് ചെയ്തിട്ട് ഞാൻ ചോദിക്കാൻ പോവാണ്. കുഡ് ഐ ഹാവ് 2 more പൊറോട്ട? എനിക്ക് 2 പൊറോട്ടയും കൂടെ കൂടുതൽ വേണം എന്ന് പറയാൻ വേണ്ടിയിട്ട് കുഡ് ഐ ഹാവ് 2 more പൊറോട്ട? ഇപ്പോൾ ഞാൻ റൈസാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റൈസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും എനിക്ക് കൂടുതൽ വേണം എന്ന് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് എനിക്കിത് തന്നെ ഉപയോഗിക്കാം. കുഡ് ഐ ഹാവ് മോർ റൈസ്? കുഡ് ഐ ഹാവ് മോർ റൈസ്? ഇനി നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എനിക്ക് ചായ വേണം, എന്നാൽ പഞ്ചസാര അധികം ഇടണ്ട, അല്ലെങ്കിൽ പഞ്ചസാര വേണ്ട, ഒരു വിത്തൗട്ട് ചായ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അതിനും നമുക്കിവിടെ ഉപയോഗിക്കാം. കുഡ് ഐ ഹാവ് എ ടീ വിത്തൗട്ട് ഷുഗർ? കുഡ് ഐ ഹാവ് എ ടീ വിത്തൗട്ട് ഷുഗർ? എനിക്ക് ചായ വേണം. നമ്മൾ ഈ കുഡ് ഐ ഹാവ് യൂസ് ചെയ്യുന്നതെല്ലാം വളരെ പൊളൈറ്റായിട്ട് നമ്മൾ സംസാരിക്കുന്നതിനാണ്. അപ്പം അങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു ചായ വേണം എന്നാൽ ഷുഗർ ഇടണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ട് കുഡ് ഐ ഹാവ് എ ടീ വിത്തൗട്ട് ഷുഗർ? കുഡ് ഐ ഹാവ് എ ടീ വിത്തൗട്ട് ഷുഗർ എന്ന് നമുക്ക് പറയാം. കുഡ് വി ഹാവ് ബിരിയാണി പ്ലീസ്? കുഡ് ഐ ഹാവ് ബിരിയാണി പ്ലീസ്? ഇത്രയും പഠിച്ചതിൻ്റെ ഒരു ബേസിൽ നമുക്ക് കേട്ടാൽ മനസ്സിലാവും ഇതിൻ്റെ അർത്ഥം എന്താണെന്ന്. നമുക്ക് ബിരിയാണി വേണമെന്ന് വളരെ താഴ്മയായിട്ട് പറയുന്നു. അതുപോലെ തന്നെ കുഡ് വി ഹാവ്, അപ്പോൾ വി ആണ് അവിടെ ചേർത്തത്. വി ചേർക്കുമ്പം ഞങ്ങൾ എന്ന അർത്ഥമാക്കിയാണ് അവിടെ വി പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക്, നമ്മൾ കൂട്ടത്തോടെ ഒരു ഗ്രൂപ്പായിട്ടാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നതെങ്കിൽ നമുക്കവിടെ എന്തുപയോഗിക്കാം? കുഡ് വി ഹാവ് ബിരിയാണി പ്ലീസ് എന്ന് പറയാൻ സാധിക്കും. ഇനി നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഫുഡ് നന്നായിരുന്നു എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടിയിട്ട് ദ ഫുഡ് ഈസ് ഡെലീഷ്യസ്. ദ ഫുഡ് ഈസ് ഡെലീഷ്യസ്, അതായത് ഫുഡ് വളരെ രുചികരമായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഡെലീഷ്യസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഫുഡ് ഈസ് ഡെലീഷ്യസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും.
ഡു യു ഹാവ് എനി വീഗൻ ഓപ്ഷൻസ്? ഡു യു ഹാവ് എനി വീഗൻ ഓപ്ഷൻസ്? ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്, വീഗൻ എന്ന് പറയുന്ന ഒരു വാക്ക്. എന്താണ് വീഗൻ? ഡു യു ഹാവ് എനി വീഗൻ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും വീഗൻ വിഭവങ്ങളുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വീഗൻ മീൻസ് ഭക്ഷണത്തിൽ എന്തെങ്കിലും മാംസം, മുട്ട, പാല്, തേന്, തൈര്, വെണ്ണ അങ്ങനെ തുടങ്ങിയ മൃഗങ്ങളിൽ നിന്നും യാതൊരു ചേരുവകളും ചേരാത്ത ഫുഡിനെയാണ്, അങ്ങനെയുള്ള വിഭവത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വീഗൻ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഇവർ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പശുവിൻ പാൽ അങ്ങനെയുള്ള അതൊരു മൃഗത്തിൻ്റെ ആണല്ലോ. അപ്പം അതൊന്നും യൂസ് ചെയ്യാതെ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം. അപ്പം അത് ഈ സോയാപ്പാലുണ്ടല്ലോ, സോയാപ്പാൽ ഉപയോഗിച്ച് നമ്മൾ തൈരുണ്ടാക്കും. അപ്പം അങ്ങനെയുള്ള പ്രോഡക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വീഗൻ എന്ന് പറയാൻ പറ്റുന്നത്. വെയർ ഡു ഐ നീഡ് ടു പേ? വെയർ ഡു ഐ നീഡ് ടു പേ? എവിടെയാണ് ഈ പണം അടയ്ക്കേണ്ടത്, ഈ ബില്ല് അടയ്ക്കേണ്ടത് എവിടെയാണ്? ഏതെങ്കിലും ഫുഡ് ഐറ്റംസ് പാക്ക് ചെയ്യണമെങ്കിൽ, പാർസൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ സംസാരിക്കാം? കുഡ് യു പാക്ക് ദിസ് ഫുഡ് ഫോർ മീ? കുഡ് യു പാക്ക് ദിസ് ഫുഡ് ഫോർ മീ? കുഡ് യു പാക്ക് ദിസ് ഫുഡ് ഫോർ മീ? ഇനി റെസ്റ്റോറൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വാക്കുകൾ നമുക്ക് പഠിക്കാം. റിസർവേഷൻ. റിസർവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതിനെയാണ് റിസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മെനു, വിഭവങ്ങളുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ വിഭവങ്ങളുടെ പട്ടികയാണ് മെനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വെയ്റ്റർ അല്ലെങ്കിൽ വെയ്റ്റ്രസ്, ഭക്ഷണം വിളമ്പുന്ന ആളെയാണ് വെയ്റ്റർ അല്ലെങ്കിൽ വെയ്റ്റ്രസ് എന്ന് പറയുന്നത്. ബിൽ, ആകെ തുക. സ്കിംഡ് മിൽക്ക്, സ്കിംഡ് മിൽക്ക്. കൊഴുപ്പ് കുറഞ്ഞ പാല്, സ്കിംഡ് മിൽക്ക്. ഒരു ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ മെയിനായിട്ട് 3 രീതിയിലാണ് നമ്മളതിനെ, 3 സ്റ്റേജസ് ആയിട്ട് നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് സ്റ്റാർട്ടർ, സെക്കൻഡ് മെയിൻ കോഴ്സ്, തേർഡ് ഡെസേർട്ട്. അതായത് സ്റ്റാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പോകുന്നതിന് മുമ്പേ ആ ഒരു വിശപ്പ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കഴിക്കുന്ന ഒരു ഡിഷസിനെയാണ് സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. നമുക്ക് സൂപ്പ്, സാലഡ്, സ്പ്രിംഗ് ഓണിയൻസ് അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് കഴിക്കാം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ടർ. ഇനിയും അതിനുശേഷം നമ്മൾ എന്താണോ നമ്മുടെ പ്രധാന മെനു, നമ്മൾ ബിരിയാണി ആയിരിക്കാം ഓർഡർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ റൈസ് ആയിരിക്കാം, അതിനെയാണ് മെയിൻ കോഴ്സ് എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.